എനിക്ക് അങ്ങയുടെ കൂട്ടുകാരനാകണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചോദിക്കുകയാ, നാളെ സ്വർഗത്തിൽ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിക്കുന്നു, റബിയ ഔ ഗൈറ ദാലിക, വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്ക് റബിയ. നിനക്ക് സമ്പത്ത് വേണോ, നിനക്ക് കൊട്ടാരം വേണോ, നിനക്ക് അധികാരം വേണോ, വേറെ എന്ത് വേണമെങ്കിലും ചോദിക്ക് റബിയ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ, എനിക്ക് വേറെ ഒന്നും വേണ്ട നബിയേ. സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ നടക്കണം നബിയേ, അങ്ങയുടെ കൂടെ സഹവസിക്കണം നബിയേ, അങ്ങയുടെ കൂടെ താമസിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ത് കൊടുത്താലും എന്ത് ചോദിച്ചാലും കൊടുക്കാമെന്ന് പറഞ്ഞതാണല്ലോ. നബി തങ്ങളുടെ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്താ? ശഅബാനിന്റെ രാത്രിയിൽ ഒരുമിച്ച് കൂടിയവരെ, നിനക്കും ആഗ്രഹമില്ലേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ? നിനക്ക് കൊതിയില്ലേ? 63 വർഷക്കാലമാണ് നബി തങ്ങൾ ജീവിച്ചത്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലാണെങ്കിലോ, അതാ പടച്ചവനെ സ്വർഗത്തിൽ മരണമില്ലല്ലോ, അല്ലാഹുവിന്റെ സ്വർഗത്തിൽ മരണമില്ലല്ലോ. അതാ ഉലൈക അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ ഖാലിദൂൻ. കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ, കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാ. അവിടെ മരണമില്ലടോ, അവിടെ കഷ്ടപ്പാടില്ലടോ, അവിടെ രോഗങ്ങളില്ലടോ, അവിടെ പ്രായമുള്ളവരില്ല, കുട്ടികളില്ല, രോഗികളില്ല, കറുത്തവരില്ല, ഇരുനിറമുള്ളവരില്ല. അല്ലാഹുവിന്റെ സ്വർഗത്തില് പടച്ചവനെ എല്ലാവർക്കും 33 വയസ്സാണ്, ആണിനും പെണ്ണിനും 33 വയസ്സാണ്. പടച്ചവരെ എല്ലാവർക്കും ഒരേ ഒരു ഗ്ലാമറാണ്. ആരുടെ ഗ്ലാമർ എന്നറിയോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ കൊട്ടാരത്തിലൂടെ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നടന്നു പോയപ്പോ പെണ്ണുങ്ങൾ അവിടുത്തെ സൗന്ദര്യം കണ്ടിട്ട് കയ്യിലിരുന്ന കത്തി കൊണ്ടവര് കൈവിരൽ പോലും മുറിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറഞ്ഞ ആ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യമാണ് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും 33 വയസ്സാണ്. അവിടെ കഷ്ടപ്പാടില്ല.